ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, ഈ പ്ലെയിനിൽ നിന്ന് പറത്താൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഓഫ് ലൈൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് 150 രൂപയായി. നമ്മളിപ്പോൾ ഇത് പറത്താൻ വേണ്ടി വന്നിരിക്കുന്ന കണ്ടോ, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇതാക്കി നമ്മൾ പറത്താനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ ഈ പ്ലെയിനിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു 150 രൂപയായി. ഇതാണ് പ്ലെയിൻ കണ്ടോ, 150 രൂപയായി ഇതിന്. ലൈറ്റൊക്കെ ഉള്ള ഇത് വ്യൂവും ഞാൻ രാത്രിയും പറത്തി കാണിക്കാം. അപ്പം ഇവിടെ ഇതേ കൃത്യം ഇത് വേറൊരു പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടെ ശരിക്കുള്ള ഒരെണ്ണം പോകുന്നുണ്ട്. അത് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. പോട്ടെ അത്. അപ്പം നമുക്ക് പറത്തണം. ഇതാണ് ആ ഫോൺ. ഇതാണ് ആ പ്ലെയിൻ കണ്ടോ. ഇനി ലൈറ്റൊക്കെ ഉണ്ട്, പല മോഡുണ്ട് ലൈറ്റിന്. അപ്പം ഈ ലൈറ്റൊക്കെ ഉള്ള ഫോണിന് പ്ലെയിൻ ഞാൻ രാത്രിയും പറത്തി കാണിച്ചു തരാം. ഇപ്പം രാവിലെയും കൂടെ ഒന്ന് പറത്തി കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്, പറപ്പിക്കാൻ പോണാണ്. അപ്പൊ പറന്ന് സെക്കൻഡ് ഓഫ് വേണ്ട, എടുത്തോ. പക്ഷെ സാധനം കാണാനുള്ളല്ല. ചേട്ടാ പറക്കണം, ഞാൻ എടുക്കാം. എനിക്ക് കാണാൻ പറ്റിയില്ല, അതാണ് ഞാൻ എടുത്തില്ല. ഞാൻ മര്യാദക്ക് ഇതാക്കി കാണിച്ചു തരാം കേട്ടോ. ഇപ്രാവശ്യം ഇതാക്കാൻ നോക്കാം. ദില്ലു വലയി പോയി ഇപ്രാവശ്യം. നല്ല കട്ടുണ്ട് കേട്ടോ സാധനത്തിന്. ഇടിച്ചിടിച്ച് വീണ. ഇനി ഒരു പ്രാവശ്യം കൂടെ പറത്തിയിട്ട് ഞാൻ രാത്രിയുള്ള വ്യൂ കാണിക്കാം കേട്ടോ. എന്റെ മോനെ ഇത് ഈ നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ വീണെന്തോ. ഇനി ഞാൻ എന്റെ മോനെ ഇത് വയറിലാവും. കൊണ്ട് എന്റെ വെടിക്കെട്ടി ഇറക്കും. ഇങ്ങനെ കുത്തിപ്പോയാ ഇപ്പൊ നമ്മുടെ റിയാനാണ് പറത്താൻ പോകുന്നേ. അവിടെ പോയാ നീ വിട്ടോ എടുത്ത് പറപ്പിക്കടാ. പറപ്പിക്ക് എടുത്ത് പറപ്പിച്ചോ. വിട്ടോ. ക്യാമറമാൻ ഓ എടാ, നിലത്ത് ഉറക്കാനല്ല, കാറിലെ എടാ കുഞ്ഞു പറപ്പിക്ക്. മതി. കൃത്യം ക്യാച്ച്. ഫിറോസ്, എന്റെ കൂട്ടുകാരൻ ഫിറോസ്, ഫുട്ബോൾ കളിക്കാരൻ ഫിറോസ്.
ഏത് ടീമിലാണോ ഉള്ളത് അത് പറഞ്ഞിട്ട് എടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സ് യൂട്യൂബിൽ പോകാനുള്ള കേട്ടോ മര്യാദ ഇപ്പൊ പൈലറ്റ് അവന് ഒരു പ്രാവശ്യം പറപ്പിച്ചു, അത് എടുക്കാൻ പറ്റിയില്ല. ആര് താടാ മതി മതി മതി. പിന്നെ ദേ പൊട്ടി, അത് പൊട്ടി 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 പൊട്ടി. ഫ്രണ്ട് വിടർന്നു പോന്ന്, ഫ്രണ്ട് വിടർന്നു പോണ്. പോടാ. അപ്പൊ ഇനി രാത്രിയിലത്തെ ഇത് കാണാട്ടാ, രാത്രിയിലത്തെ ഇത് കാണാം. അപ്പൊ ഞാൻ നോക്കിട്ട് ഈ സാധനം മേടിക്കണ നമുക്ക് നഷ്ടമാണെന്ന് തോന്നുന്നു. 150 രൂപക്ക്. ഫ്രണ്ടിൽ ഇത് ചെറുതായിട്ടൊരു ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വിങ് ഒന്ന് ഇളകിയായിരുന്നു, അത് ഞാൻ കയറ്റി വെച്ച് നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ ഇത്. ഇപ്പൊ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും അല്ലേ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടും. അപ്പൊ ഈ സാധനം എല്ലാത്തിലൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ മേടിക്കേണ്ടവര് മേടിക്കുക. ലിങ്കൊന്നും ഇതിന്റെ അടിയിൽ ഉണ്ടാവൂല കേട്ടാ, ഞാൻ പ്രത്യേകം പറയണേ. അപ്പൊ ഉണ്ടാവൂല. അപ്പൊ സാധനം ഞാൻ നോക്കിയിട്ട് നമുക്ക് നഷ്ടമാണ് മേടിക്കണത്. അപ്പൊ ഞാൻ വെറുതെ വീട്ടിലൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇത് മേടിച്ചു. ഇനി ഇത് വെറുതെ ഇങ്ങനെ ഇതാക്കി 150 രൂപ കൊടുത്ത് മേടിക്കണം എന്തിനാന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നഷ്ടമാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ലേറ്റും കൂടെ ഉള്ള കാരണം 50 രൂപ കൂടുതൽ വന്നേ. അന്നൊരു ദിവസം എൻ്റെ കൂട്ടുകാരൻ മേടിച്ചിട്ട് അതിന് 100 രൂപ ഉണ്ടായുള്ളൂ. പിന്നെ ഇനി ഞാൻ ഈ വീഡിയോ തന്നെ രണ്ടാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെനിക്കിപ്പോൾ യൂട്യൂബിൽ ഈ അടുത്തൊന്നും ചെയ്യില്ല, കുറേ നാൾ. എനിക്ക് ക്യാമറ ഒന്നുമില്ല. അപ്പോൾ ക്യാമറ ഏതെങ്കിലുമൊക്കെ മേടിച്ച്, ഗോപ്രോ ഏതെങ്കിലുമൊക്കെ മേടിച്ച്, ഞാനിപ്പോൾ ഈ ഷൂട്ട് ചെയ്യണത് തന്നെ ഉമ്മാൻ്റെ ഫോണിലാണ്. ഉമ്മീൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണത് ഉമ്മീൻ്റെയും ഫോണിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഇത് മേടിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കണത് ഗോപ്രോ എന്തെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഞാൻ മേടിച്ചിട്ട് ഈ സാധനം ഒന്ന് വെച്ച് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോൾ ഇനി എന്ത് ചെയ്താലും ഒരു 5-6 വർഷമാവും അത് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കട്ടാ, എന്നിട്ട് ആ ബെല്ലിൽ നിൽക്കേക്ക്. ഇതിൻ്റെ നൈറ്റ് വിഷനായിട്ട് ഈ പ്ലെയിൻ്റെ ഇപ്പം കാണുന്നത് ഭയങ്കര ഒരു കണ്ണിനൊരു ഇതാട്ടോ. പിന്നെ ഇങ്ങനെ മിന്നണ കാരണം ഇപ്പം അടുത്ത മോഡ് ഞാൻ ഇട്ടാണെങ്കിൽ ഇത് പിന്നെ പതിയെ മിന്നുള്ളൂ. ഓരോ സൈഡും ഓരോ ലൈറ്റാണ് കേട്ടോ വന്നീന്. ഇപ്പം കണ്ട ഇത് വെറുതെ ഇങ്ങനെ നിൽക്കണ ഒരു മോഡ്. ലൈറ്റ് ഇങ്ങനെ കത്തി മാത്രം നിൽക്കണം. ഈ സൈഡിൽ റോസ്, ബ്ലൂ, പിന്നെ ഒരു മഞ്ഞ കളർ, യെല്ലോ, ഗ്രീൻ, അങ്ങനെ ഇങ്ങനെ കളർ പോകുമ്പോഴാണ് അതിൻ്റെ. ഇതാണ് നൈറ്റ് വിഷൻ. അതിൻ്റെ ഇതിനകത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പറപ്പിക്കാനുള്ള ഇതാണ്. ഈ ക്യാമറ ഓൺ ചെയ്യും കുഞ്ഞു. ഇപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ രാത്രിയിലത്തെ വ്യൂവും കൂടെ നോക്കാൻ വന്നേക്കാണ് അല്ലെ. 3 ലൈറ്റ് ഒരുമിച്ച് ഓണാക്കിയേക്കണ കാരണം കണ്ണിന് എന്തോ പോലെ, അതാരണം ഇങ്ങനെ മാറി. കട്ട് ചെയ്ത് തന്ന നമ്മളിപ്പോ ഒരു കാര്യം മറന്നു, നമ്മള് പ്ലെയിൻ കാണിക്കാൻ മറന്നു കേട്ടോ. രാവിലെ കണ്ട അവസാനം തന്നെയാണ് ഇപ്പൊ ലൈറ്റ് ഇതായി കണ്ട. ഇപ്പൊ രാത്രിയിലത്തെ വ്യൂ ഞാൻ ഒരെണ്ണം നേരത്തെ കാണിച്ചില്ല. ഇനി ഇത് പറത്തണം കൂടെ നമുക്ക് കാണിക്കാം. 3 പ്രാവശ്യമാണ് നമ്മൾ പറത്താൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഒറ്റ ഇതിൽ മിന്നിപ്പിക്കണം ഇതിലിട്ട്, പിന്നെ സെക്കൻഡ് ഇതിലിട്ട്, പിന്നെ തേർഡ് ഒറ്റ ഇതിലിട്ട്, അങ്ങനെ 3 ഇതിലായിട്ടാണ് നമ്മൾ പറത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് പറത്താം. അപ്പൊ ഗ്രൗണ്ട് അപ്പുറത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് ഇതാക്കി നോക്കാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പറപ്പിക്കാനുള്ള ഇതാണ് ഈ ക്യാമറ. ഇനി വീഡിയോ സൂക്ഷ്മമായി നോക്കുക. ലൈറ്റ് മിന്നി പോണാണ് പ്ലേ. അത് എടുത്തിട്ട് വരാം. ലൈറ്റ് മിന്നി കത്തുമ്പോ ഈ കാക്കയൊക്കെ പേടിച്ച് പറന്നോണ്ടോ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ വിടാൻ പോണാണ്. ആ പ്ലെയിന്റെ നല്ല വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ ലൈറ്റ് മിന്നി പോയത് ആ നിലത്ത് വീണ സാധനമാണ് ഇത്. ഈ സാധനം ഒരു പ്രാവശ്യം കൂടെ ഈ മോഡിലിട്ട് ഞാൻ പറത്തി കാണിച്ചു തരാം. സാധനം ഓ ലൈറ്റ് കെട്ടോ അല്ല എന്ത് പറ്റിയാവോ. ആ ഇപ്പോൾ വർക്ക് ചെയ്ത്. ലൈറ്റ് ഞാൻ ഓർത്ത് എന്താ പറ്റിയെന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കാം നമുക്ക്. ഓ
ഇതേ പോണ് ഓഫ് നിലത്ത് വീണ് ലൈറ്റ് ഓഫ് ആയിപ്പോയി. ഇനി സെക്കൻഡ് മോഡിലിട്ട് നമുക്ക് നോക്കാം ഇത് ഒന്ന്. കുഞ്ഞു ക്യാമറ വിടുവാ. ഇപ്പൊ നമ്മള് സെക്കൻഡ് മോഡിൽ ഇടാൻ പോകുന്നത്. നമ്മൾ വേറൊരു ക്യാമറ ഇത് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ രാത്രി ആയ കാരണം ആ ക്യാമറയിൽ അങ്ങനെ മിന്നണ ചെറുതായിട്ടോ കിട്ടുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. ക്യാമറ പിടിച്ച അനിയൻ വല്ലോടത്തും നോക്കി കയറുന്നു ഇത് ഈ ക്യാമറയിൽ. കാരണം അവനൊന്നും എടുക്കള്ള, അവൻ എന്നെ നോക്കി കയറുന്നു ക്യാമറ വല്ലോടത്തും വെച്ചിട്ട്. കണ്ട് നീ നോക്കാതെ ഇന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ട ലൈറ്റിന്റെ ഈ സാധനം പൊട്ടിപ്പോയി എന്റെ ഫ്രണ്ടിലുള്ള. ചേടാ നീ മര്യാദക്കാണോ വീഡിയോ എടുത്തേ? അറിയില്ല നോക്കാറില്ല ക്യാമറയില് അല്ലേ? ശരിയാക്കാൻ പറ്റുള്ളൂ. ആ ഇത് ഇങ്ങനെ വെക്കാനുള്ളൂ കേട്ടാ. നേരത്തെ പൊട്ടി വിട്ട് തന്നെ പൊട്ടിയേ. അപ്പൊ നമുക്ക് അടുത്തതിൽ നോക്കാം. അപ്പൊ ഇപ്പൊ റിയാനാണ് വിടാൻ പോകണേ. ആ വിട്ടോ ആ റോട്ടിൽ പോയി വീണത്. ഇത് കണ്ട ഇതൊക്കെ പൊട്ടിപ്പോയി. ലൈറ്റിന്റെ ബോർഡൊക്കെ കയ്യിലിരുന്നു കണ്ട. ഇതാണ് ലൈറ്റ് ഇതാക്കണം. ഇത് സാധനമൊക്കെ പൊട്ടിപ്പോയി. ഇത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ളൂ. ഇതിനെ വെച്ചിട്ട് ഇതിന്റെ മേളിൽ ഈ സാധനം ഇങ്ങനെ അത് വെച്ചിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് അടിച്ചാൽ മതി. ഇനി പൊട്ടി പോകാതിരിക്കും. ഇത്ര പരിപാടിയുള്ളൂ. പക്ഷെ ഇത്തിരി കഷ്ടപ്പാടാ. ക്യാമറ പിടിച്ച കുഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. അപ്പോൾ ഇങ്ങനെ വെക്ക. ഇത് തലയിടിച്ചാട്ട വെക്കണ്ടേ? ഞാൻ തിരിച്ച് വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ കമൻഡർ പറയാൻ നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വളിപ്പ അടിക്കണം എന്നുള്ള അയാള്. അതാ ക്യാമറയിലല്ലേ? ആ ഐഫോൺ അത് എടുക്കണ്ടാ. അനൂസിന്റെ ടേപ്പ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അതിനകത്ത് ടേപ്പേ ഇല്ലല്ലോ. ടേപ്പ് ഉണ്ട് വേറെയാണ്. പക്ഷെ നീ ഞാൻ ഭർത്താവ് 500 പ്രാവശ്യം വേണ്ട. നീ എന്നെ ഭർത്തിക്കോ? നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതാണ്. ആ പുറത്ത് വിട്ടോ ആ എങ്ങാടെങ്കിലും വിട്. ഓ എന്റെ മേത്തു കൂടെ പോയ പ്രാവശ്യം അത് വിട്ടുപോയി. പിന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.